ഇവള് പറഞ്ഞത് കേട്ടില്ല മുത്തശ്ശി, എന്റെ അച്ഛനെ ജയിലിൽ കിടത്തൂന്ന്. ഇപ്പൊ അതിനുള്ള തന്റെ ഇടവും കരുത്തും ഒക്കെ എനിക്കുണ്ടെന്ന് നിന്റെ മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ മുത്തശ്ശി അതിന് മറുപടി പറയാതിരുന്നത്. എടി നീ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? എന്ത് ചെയ്യുമെന്നോ? അതെ, ഇന്നത്തെ കാലത്ത് വീട്ടമ്മമാരെ വീട്ടിനകത്തിട്ട് ചവിട്ടി മെതിച്ച വകുപ്പ് വേറെയാ. അതേപ്പറ്റിയൊക്കെ വക്കീലായ കണ്ണേട്ടനും കണ്ണേട്ടന്റെ കൂട്ടുകാരനായ അനന്തുവേട്ടനും ഒക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദേ, അമ്മ ഒരു കേസ് ഫയൽ ചെയ്താലേ ഇവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കേറി ഇറങ്ങണം. വേണ്ടി വന്ന ജയിലിലും കിടക്കണം. നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. കല്യാണത്തിന് മുൻപ് നീ ജീവിച്ച ഒരു ജീവിതമുണ്ട്. അതിനുള്ള പകയും പ്രതികാരവും മനസ്സിൽ വെച്ചോണ്ടാടി നീ ഇപ്പൊ ഈ നടക്കുന്നത്. അതൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എന്നേ ഇയാള് പറഞ്ഞതുപോലെ നിന്റെ അച്ഛനും ദാ ഇവരും ഒക്കെ ജയിലിൽ കിടന്നേനെ. ഇവളെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. ഇനി സംസാരത്തിന്റെ ലെവല് മാറിയിട്ട് ഭർത്താവിന്റെ മുന്നിലിട്ട് ഭാര്യയെ തല്ലി എന്ന പേരുദോഷം കൂടി നീ കേൾപ്പിക്കരുത്. തല്ലുമ്പോ നിന്നുകൊള്ളുന്ന പഴയ മഹാലക്ഷ്മി അല്ലത്. ഇപ്പൊ കാരണമില്ലാതെ തല്ലിയ തിരിച്ച് പ്രതികരിക്കാൻ ഇയാൾക്കറിയാം. അങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി ആയതുകൊണ്ട് തല്ലിയ അയാൾ തിരിച്ചു തല്ലില്ലായിരിക്കാം. പക്ഷെ തല്ലാൻ വരുന്ന കൈ അത് തടുത്തു നിർത്താൻ അയാൾക്ക് പറ്റും. അതോടെ മുത്തശ്ശി ഒന്ന് ഓർത്തു വെച്ചോ. നമുക്ക് പോവാൻ മതി. മോളെ, അതെന്തൊരു പോക്കാ മോനെ. കൊറേ നാള് കൂടി നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതല്ലേ, എന്നിട്ട് ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിച്ചിട്ട് പോയാ മതി. അയ്യേ, ചായ മാത്രം ആക്കണ്ടടി. ചായക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടെ കൊടുക്ക്. വല്ല ഉഴുന്ന് വടയോ പരിപ്പ് വടയോ അങ്ങനെ എന്തെങ്കിലും. മോള് വാ. എന്തൊരു ശല്യം ഇത്. സ്വസ്ഥമായിട്ട് സ്വന്തം വീട്ടിലിരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. നീ വിഷമിക്കേണ്ട കാരണേ, ഇനി ഇങ്ങോട്ട് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചോളാം. മുത്തശ്ശി കുറച്ചുകൂടൊക്കെ പറയണായിരുന്നു. മനസ്സിൽ തട്ടുന്ന രീതിയിൽ അച്ഛനെ ജയിലിലാക്കുന്നൊക്കെ പറഞ്ഞപ്പോ മുത്തശ്ശി ഭയന്നതുപോലെ എനിക്ക് തോന്നിയത്. എനിക്കങ്ങനെ ഭയമൊന്നുമില്ല മോളെ. പിന്നെ അവനൊരു വക്കീല, കൂടാതെ ഇഷ്ടം പോലെ പണവും സ്വാധീനവും ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ കാലക്കേടിന് മോഹിനിയെ കൊണ്ട് അവളും അവനും കൂടെ നമുക്കെതിരെ കേസ് കൊടുപ്പിച്ചാലോ? അങ്ങനെ കേസ് കൊടുപ്പിച്ചാല് ഭാര്യയും ഭർത്താവിനെയും കൊന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കാൻ അച്ഛനോട് പറയണം. അല്ലാതെ ഇവന്റെ ഒക്കെ ഭീഷണിക്ക് മുട്ടുമടക്കല്ല വേണ്ടത്. വീൽ ചെയറിലിരിക്കുന്നവന്റെ അച്ഛനെ ലോറി കയറ്റി മോളുടെ അച്ഛനാ കൊന്നേന്ന് മോൾക്കറിയില്ല. അവനെ വീൽ ചെയറിലാക്കിയതും മോളുടെ അച്ഛനാണെന്ന് മോൾക്കറിയില്ലല്ലോ. അതറിയാവുന്ന എന്റെ മുട്ട് ചെറുതായിട്ടൊന്ന് വിറച്ചേ പറ്റൂ.